അല്ല എല്ലാരും കൂടെ ഒത്തുകൂട്ടിയിട്ടുണ്ടല്ലോ. എന്താ വിശേഷം? ഏയ് ഭയങ്കര ചൂടായതുകൊണ്ടേ കാറ്റ് കൊള്ളാന്ന് ഓർത്തിരുന്നതാ അമ്മേ. ഞങ്ങള് 4 പേരും കൂടെ കാറ്റ് കൊള്ളാമ്മ. അമ്മയും കൂടി വാ, നല്ല രസാ. അവിടെ ഇരിക്കാം. അവിടെ ഇരുന്നാ നല്ല രസമുണ്ടാ. ഞാൻ വരണോ? അമ്മേ അമ്മേ അമ്മേ, നമ്മുടെ പുറകിലത്തെ പറമ്പിൽ ഒരു ചക്ക വീണെടുപ്പുണ്ടല്ലോ ആ പ്ലാത്തിന്ന്. വീണില്ല. വീണു ഇല്ലെന്നേ, ഞാൻ കാലത്ത് ചക്ക വീണു. ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ അവിടെ ഇരിക്കായിരുന്നല്ലോ. മണം വരണം. നല്ല മണം വരുന്നുണ്ട്, പക്ഷെ നെങ്ങണില്ല. മണം ഉണ്ടമ്മ, നല്ല മണം വരുന്നുണ്ട്. ഏത് പ്ലാവില? വരിക്കപ്പിലാവില? വരിക്കപ്പിലാവിലോ? അല്ല, ഈ ചക്ക വഴുത്തോ വഴുത്തില്ലേക്കാ നോക്കാൻ മിടിക്ക് അമ്മ തന്നെയാ. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. ഒരെണ്ണം കൊടുത്തോണ്ടല്ലോ. എന്തിനാ? നാട്ടിലല്ലേ കാറ്റ് കൊള്ളാൻ നല്ല രസാന്ന്. ഇനി വിഷയത്തിൽ നിന്ന് വിട്ടുപോകല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ കല്യാണം മുടക്കലിന്റെ ആദ്യ പടി ഫാസിൽ വഴി. അല്ല ആര്? ഇത്രയും വിദ്യാഭ്യാസവും സമ്പന്നനായ ഒരു വ്യക്തി ഈ പാവപ്പെട്ട വീട്ടിൽ വന്ന് എന്തിനാ വിവാഹം ആലോചിക്കുന്നത്? അതെ ചേട്ടാ, നമ്മുടെ ഈ പയ്യൻ കോടീശ്വരനായിട്ട് 5-6 വർഷമായിട്ടുള്ളൂ. ഇവന് ദാരിദ്ര്യമായ കാലത്തൊരു പെങ്ങളെ കെട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇവനെടുത്ത ശപഥമാണ് ഒരു നിവൃത്തിയില്ലാത്ത വീട്ടിൽ നിന്ന് അവൻ കല്യാണം കഴിക്കുള്ളൂ. ഇവനൊരു അറബിയുടെ കീഴിലൊരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായിട്ടാണ് ദുബായി പോയത്. ഇപ്പം ഇവന് സ്വന്തമായിട്ട് 3 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അറബി ഇപ്പോൾ ഇവൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് നിൽക്കുകയെന്നാണ് പറഞ്ഞു കേട്ടത്. സത്യം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ നല്ല ബന്ധമാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ചേട്ടൻ്റെ മകൾക്ക് ഒരു ഭാഗ്യം വന്നെന്ന് കരുതി വെച്ചാൽ മതി. ആദ്യം ഒരു ഗൾഫുകാരനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിച്ചു. അത് ശരി. അയാളെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അതെന്ത് പറ്റിയത്? അയാളെ പിന്നെ അസുഖം പിടിച്ച് മരിച്ചതാണ്. അത് ശരി. ഇപ്പോഴും ഒരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട് കല്യാണത്തിന്. പക്ഷേ അയാളും ഇതുപോലെ തന്നെ ജോലി അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് നല്ലൊരു ജോലിയൊന്നുമില്ല. അത് ശരി. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഗൾഫുകാരെ വിശ്വസിക്കുന്നു? നമ്മുടെ അങ്ങനെയല്ല, ഇവൻ ഗൾഫിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ഇവൻ 12-ാം തീയതി ഇവിടെ എത്തും. 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ ഉടനെ 2 ആളും കൂടി പോകും. അതിൽ ഇത് തട്ടിക്കളയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ചേട്ടൻ്റെ കുടുംബം നല്ലതാണ്, പെൺകുട്ടി നല്ല സ്വഭാവമാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരാളാണല്ലോ, അങ്ങനെ ആലോചിച്ച് വന്നതാണ്. അല്ല, ഞാൻ ബ്രോക്കറായിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ കാണരുത്. പക്ഷേ ഇത് നടന്നു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും തരാൻ വേണം. ഇപ്പോൾ നിലവിലൊരു കല്യാണം വന്നിട്ടുണ്ട്, ഒരു അഴകേശൻ. അഴകേശനാ? പുള്ളിക്ക് എത്ര വയസ്സുണ്ടാവും? അതൊരു 45 വയസ്സുണ്ടാവും. പേര് കേട്ടിട്ട് ഒരു 10-65 വയസ്സ് തോന്നുന്നുണ്ട് എനിക്ക്. അഴകേശൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ കൊച്ചിന് എത്ര വയസ്സുണ്ട്? 30 വയസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പയ്യനാണ് പാകം. അവനൊരു 33 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ആലോചിക്കാം. മറ്റത് വിളിച്ച് പറഞ്ഞേര്, വരണ്ടാന്ന് പറഞ്ഞേര്. ഏതായാലും ഒരു കാര്യം ചെയ്യും, നമ്പർ തന്നേരെ. ആരാ? നമ്മുടെ അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അല്ല, അപ്പോൾ വേണമെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം അഴകേശനോട് വരേണ്ട അഡ്രസ്സ്. അത് വേണ്ട. ഏതായാലും ഒന്ന് നോക്കട്ടെ, നോക്കിയതിന് ശേഷം ആലോചിക്കാൻ പോണേന്ന്. അപ്പം അത് അല്ലേ? അപ്പോൾ തെറ്റാൻ സാധ്യതയില്ല അല്ലേ? ഇല്ല. തെറ്റാനായിട്ടാ വന്നത്. ഇല്ല, തെറ്റാണെങ്കിൽ എന്നെ റീച്ചാൽ മതി, ഞാൻ വന്ന് അന്വേഷിച്ചോളാം കേട്ടോ. നമ്പർ വേണ്ട, എനിക്ക് വീട് അറിയാമല്ല, ഞാൻ വരാത്. ശരി കേട്ടോ. എന്തവനെ കാണാത്ത ഒരു വണ്ടി വിളിക്ക് എത്ര താമസവും വരണ്ടേ? അതെ, പോണതൊക്കെ കൊള്ളാം. അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിഴുങ്ങസ്യാന്ന് പറഞ്ഞിരിക്കരുത്. പെണ്ണിനെ നന്നായിട്ട് നോക്കണം. മുടി എന്തോരം ഉണ്ട്, നല്ല നിറമുണ്ടോ, കണ്ണൊക്കെ നല്ലതാണോ എന്നൊക്കെ നോക്കി അറിഞ്ഞ് എല്ലാം നല്ലതാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. മുടിയും കണ്ടും നിറവും മാത്രം നോക്കിയാ മതിയാ? അത് അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ നടത്തിക്കൊള്ളു. അമ്മേ, അമ്മാവന് ഒരു കല്യാണല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവർക്കും 10 കല്യാണോ? അല്ല, അതിനെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോ ചിലപ്പോ അമ്മാവന് ഇവിടെ വരുമ്പോ തോന്നും, അയ്യോ ഇതിന് അത്ര പോരല്ലോന്ന്. അപ്പൊ വേറെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനല്ലേ എവരും കൂടെ പോണത്, നന്നായിട്ട് നോക്കാൻ വേണ്ടിട്ട്. നോക്കിയേ, ഞങ്ങളുടെ അമ്മാവന്റെ അമ്മായിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. അതിന് താഴെ പോവാന്ന് ഞങ്ങൾ സമ്മതിക്കും. അത് തന്നെ, ഞങ്ങളുടെ കൂടെ നടക്കുമ്പോഴേ ഞങ്ങളുടെ സൗന്ദര്യത്തിനൊത്തൊന്ന് പിടിച്ചു നിക്കണ്ടേ? അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കിടന്ന അഭിപ്രായം പറയുന്നതോന്നിന്? അമ്മ, അതിനല്ലേ ഞാൻ പോണത്. ഞാൻ പോയിട്ടെല്ലാം ശരിയാക്കാം. കൊടുക്കൽ വാങ്ങലൊക്കെ കൃത്യമായിട്ട് സംസാരിച്ചോണം. നേരെ അങ്ങനെ ചുമ്മാ ഒന്നും ആരും ഈ വീട്ടിൽ വന്ന് കയറണ്ട. ഈ കിട്ടുന്നതൊന്നും പോരെ, ഇനി അതും കൂടി അങ്ങോട്ട് കൊണ്ട് വെച്ചു കൊടുക്ക്. നല്ല മക്കള്. എത്ര നേരം ഞങ്ങൾ ഇവിടെ കാത്തുക്കണ്? AC കാർ വേണമെന്ന് പറഞ്ഞിട്ട്. AC വേണമെന്ന് ആരാ പറഞ്ഞു? അമ്മാവനല്ലേ പറഞ്ഞത് AC വണ്ടി വേണമെന്ന്? AC ആണോ വലുത്? നമ്മള് കൃത്യസമയത്തിനോട് ചെല്ലുന്നതാണോ വലുത്?
AC ഒന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ AC ആര് കാണാൻ? നിങ്ങൾ ഇതിൽ നിന്ന് പ്രസംഗിക്കാതെ കയറങ്ങോട്ട്. കേറ്. അല്ലേ വിളിച്ച് കുറെ പ്രാവശ്യം ഫോണിൽ പറഞ്ഞു. ഒന്ന് വേഗം വിടണേ. ഇനി ആ AC ഒന്ന് ഇട്. ഓ, എന്തൊരു ചൂടായി പോയി. ആ, തണുക്കട്ടെ, ശരീരമൊക്കെ ഒന്ന് തണുക്കട്ടെ. അച്ചപ്പം ഇവിടെ ഉണ്ടാക്കിയതാണോ? ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാ. കൊള്ളത്തില്ല കേട്ടോ. ഇത് ഡേറ്റ് കഴിഞ്ഞാണെന്നാ തോന്നുന്നത്. ബേക്കറി നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ ഡേറ്റ് ഒന്ന് നോക്കണം. കടക്കാർ പറ്റിക്കുകയെ. കൊള്ളൂല്ലെങ്കിൽ പിന്നെ എന്തിനാ തിന്നണത്? അവിടെ വെച്ചൂടെ? എനിക്ക് കണ്ടോ ഇത് പൂത്തുപോയി. ഇത് പച്ചാ ഈ വീട് ഇപ്പോൾ നമ്മുടെ തന്നെയല്ലേ? സ്വന്തമല്ല, വാടകയ്ക്കാണ്. വാടകയ്ക്കാണോ? വാടകയ്ക്കാണ്. അയ്യോ, അപ്പൊ സ്വന്തമായിട്ട് വീടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? ഏയ് നമ്മളറിഞ്ഞില്ലല്ലോ. ഇല്ലൊന്നും പറഞ്ഞില്ലല്ലോ മാമ. ഇതറിഞ്ഞില്ല, അതൊക്കെ അറിഞ്ഞിട്ടാ വന്നേക്കണേ. അത് അറിഞ്ഞു. ആണോ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ സാറേ. സമയം കാണാതെ കൊച്ചിനെ വിളിച്ചാട്ടെ. അതെ. മോളെ, അല്ലളിയാ, നമ്മൾ മൊബൈലിൽ കണ്ട ഫോട്ടോയിലുള്ള കുട്ടി അല്ലല്ലോ ഇത്. ഇത് കൊച്ചുകുട്ടിയല്ലേ? ആ, അതെ, പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ കൊച്ചായാലും മതി. ഇത് കൊച്ചുകുട്ടിയല്ലേ? അതെ. പിന്നെ അതൊന്നും ശരിയാവും. സാറേ, ഈ കുട്ടി ഇതവളുടെ ചേച്ചിയുടെ മോളാ. ആ സാറിന്റെ മൂത്ത മോളാണിത്. സാറ് കുട്ടിയെ വിളിച്ചാട്ടെ. പ്രിയമതേ. ആ, ഇതാ പെണ്ണ്, നോക്കിക്കോണം. പിന്നെ അതും ഇതൊന്നും പറയരുത്. വാ മോളെ, വാ വാ. ഇങ്ങോട്ട് കൊടുത്താട്ടെ. ഓ, എടുക്കാൻ മാവ, ചായ എടുക്ക. അല്ല, അമ്മ വിത്തോട്ടല്ലേ? ആരാ പറഞ്ഞ എനിക്ക് മധുരക്കാവാം? മറ്റേ എനിക്ക് ഷുഗറൊന്നുമില്ല. കളിയാക്കുന്നതാ ഇവരിങ്ങനെ. അല്ല, ചോദിക്കാരിക്കൊണ്ടൊക്കെ ചോദിക്കേ. എന്തെങ്കിലും ചോദിക്കാനാണോ? ചോദിക്കും. അല്ലേ, കണ്ടപ്പോൾ തന്നെ കയ്യും കാലും മറിക്കാൻ തുടങ്ങി. ഞാൻ എന്തേലും ചോദിച്ചാൽ തെറ്റിയാലോ? ഈ ചോദിക്കുമ്പോഴേക്ക് കല്യാണം തെറ്റൊന്നുമില്ലല്ലോ. അതല്ലടാ, ചോദിക്കണല്ലോ വല്ല തെറ്റും വന്നാലോ? എനിക്ക് വിവരം അറിയല്ലേ വേണ്ടു. നീ ചോദിച്ചോ. പേരെന്താ? പ്രിയമത. നല്ല പേര് കേട്ടാ. എന്തോരം പഠിച്ചു? ITI കഴിഞ്ഞു. ആണോ? അയ്യോ, എന്നിട്ട് ജോലിക്കൊന്നും നോക്കില്ലേ? അപ്പോഴായിരുന്നു മറ്റേ കല്യാണം വന്നതേ. ഓ, ശരി ശരി. അല്ല, ആ കല്യാണം പിന്നെ ഇതായി കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് വേറെ കല്യാണത്തിന് ശ്രമിച്ചില്ല? ഒരു ദുബായ്ക്കാരന്റെ കല്യാണം വന്നതാ, അച്ഛൻ സമ്മതിച്ചില്ല. ആ, സാറിന് ഗൾഫുകാരനെ ഇഷ്ടമല്ല. നല്ലതാ. ഈ ഗൾഫുകാരന്മാർ എന്താണ് ഭയങ്കര സെറ്റപ്പാന്നൊക്കെ പറഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയില്ല. പെണ്ണിന്റെ വീട്ടിൽ ഒരു കിടപ്പാ. ഓ, ഈ വന്ന കാലത്ത് നാട്ടിൽ എന്തെങ്കിലും പടി ചെയ്ത് ജീവിക്കുന്നത് അതാ നല്ലത്, കുടുംബം നോക്കാൻ. എന്നാ പിന്നെ അതെ അമ്മാവാ, ഒന്നിട്ട് വന്നേ, നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണ്ടേ. എന്താ? നീ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വെച്ചാൽ അച്ഛനോട് സംസാരിക്കും കേട്ടോ. അവനോട് ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാ നിങ്ങൾ വെളിയിലോട്ട് പോയി സംസാരിച്ചു. അയ്യേ, അതെ, നീ ഇവിടെ വന്നേ. ഞാൻ പറഞ്ഞു. അച്ചോടെ അപ്പൊ സ്കൂൾ അധ്യാപകനായിരുന്നു അല്ലേ? അതെ. അച്ചപ്പണ്ടാക്കാൻ അറിയാവോ? അറിയില്ല. അയ്യോ, എന്നാ പഠിക്കണം കേട്ടാ. പഠിക്കാം. ആ, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നവർക്ക് നല്ലതുണ്ടായി കൊടുക്കാമല്ലോ. ഇത് വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ കാരണവന്മാർക്കായിട്ട് ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. മോളൊന്ന് അകത്തോട്ട് പോവോ? നല്ല കുട്ടിയാ. എനിക്കൊണ്ടൊരു മോള്, തക്കളി മോള്, കൊച്ചുകുട്ടിയാ. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും ആഗ്രഹം മക്കൾ നല്ല നിലയിൽ എത്തുക എന്നുള്ളതാണല്ലോ. അതുപോലെ എനിക്കുമുണ്ട് എൻ്റെ മോളെ വലുതാകുമ്പോൾ നല്ല നിലയിൽ കെട്ടിച്ചു വിടുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു വിടുന്ന ചെറുക്കനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമല്ലോ. തീർച്ചയായും. അല്ലേ? അതിന് പിന്നെ ഒരു മറയും ഇതൊന്നും പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയാ, ഇപ്പോൾ സാറിൻ്റെ മോളെ എന്തായാലും നമ്മുടെ അമ്മ കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്നുമില്ല,
അമ്മാവന് ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, പ്രായാധിക്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെതായ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്കത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് ഈ കാലുമുട്ട് ചെറിയ വേദന, കൈമുട്ട് വേദന, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. 3ാമത് ഒരെണ്ണം ഉണ്ടാകരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാകില്ല. ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ അമ്മാവനെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ലിവറിന് ചെറിയൊരു പ്രശ്നം വന്നേ. പക്ഷെ അത് ഞങ്ങൾ ആ സമയത്ത് തന്നെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതുകൊണ്ട് അപ്പോൾ ലിവറിൻ്റെ കാര്യം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല വർക്കിംഗ് ആണ്. പിന്നെ ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ സാധാരണ ഉള്ള പോലെ. ഷുഗറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇപ്പം ഞങ്ങൾ ഇരുന്നുകൊണ്ടാണ് ഇതൊന്നും തൊടാത്തേ. ഇല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ അപ്പം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പോരായ്മകളൊക്കെ ഉള്ളൂ. ഇനി കല്യാണം കഴിഞ്ഞിട്ടെങ്ങാനും നിങ്ങൾ ഇത് വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കത്തില്ല. അത് തന്നെയാണ്. അപ്പം ഇത് നമ്മളങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ വേറെ എവിടെയും കിട്ടില്ല. എന്റെ സാറ് അത് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച് ഉറപ്പിച്ചതല്ലയോ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച? അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. അതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാറുണ്ട്. അതെന്തോന്നു? അല്ലടാ, അവൻ എന്തിനാ അവിടെ ഇരുത്തി? അവൻ ഓരോന്ന് വാരി വലിച്ചു നിന്നിട്ട് അന്നെ കാണാത്ത കുടുംബാന്ന് കരുതിയിട്ട് ഇത് മുടങ്ങും. അല്ല അമ്മാവാ, ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കണമല്ലോ. അമ്മാവന് സത്യത്തിൽ കുട്ടിയെ ഇഷ്ടമായോ? അമ്മായിനെ എനിക്ക് ഇഷ്ടമായ? അമ്മായിനെ എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് പോകാം. ചോദിക്കട്ടെ ചില കാര്യങ്ങളെ. അമ്മാവാ, ഇത് ഒരു കല്യാണം കഴിഞ്ഞതാണ്. ഇത് 2ാമത്തെ കല്യാണമാണ് ഇപ്പോൾ. ആദ്യം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആവേശത്തിൽ പോയിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കീറി ചെന്നിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളാവും. അല്ലടാ, 2ാമത്തെ കെട്ടാണെന്ന് അവർ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു കുട്ടീനെ കെട്ടുമ്പോൾ ആ കുട്ടിക്ക് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മളോടുണ്ടാവും. ഉണ്ടാവും. പിന്നെ പ്രായം എനിക്ക് ഇത്ര ആയില്ലടാ, ഇനി എന്തിനാ വെറുതെ. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ടേക്കാം. ഇതൊരു കഷ്ടാണെന്ന്. എന്റെ ഗോപാലേട്ടാ, നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് അകത്തേക്ക് പോയിട്ടെന്താ കാര്യം? എന്നാ തീരുമാനിക്കുന്നേ? ഇനി ഇവിടുന്ന് വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണിനെ അല്ലാതെ യാതൊരു വക ഇവിടുന്ന് പ്രതീക്ഷിക്കാണ്ട് പറഞ്ഞില്ലേ? പറഞ്ഞോ ഞാൻ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് തരാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ പൈസയും കൂടി ഞാൻ കൊടുക്കാം. കല്യാണം നടക്കട്ടാ. ആദ്യം അത് നടക്കട്ടെ, പിന്നെ നമുക്ക് ചർച്ച ചെയ്യാലോ. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്ക് അത് ഇനി എന്താ? ഇനിയും വേറെ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമുണ്ട്? കാര്യങ്ങളെല്ലാം പറയണ്ടേ? ഇപ്പോൾ ക്ലീറ്റസ് ക്രിസ്ത്യാനിയാണ്. നാളെ ക്രിസ്ത്യാനി നമ്മുടെ കുടുംബത്തിൽ കയറി വന്നു എന്നും പറഞ്ഞിട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഉത്തരവാദികളാവില്ല. പിന്നെ പറയണ്ടേ, സത്യം പറയണ്ടേ? എടാ, ഒരു കല്യാണം നടത്താൻ 100 നുണ വരെ പറയാം. ഇതെങ്ങനെയെങ്കിലും നടത്തണം. അതെ, ഇനിയിപ്പോൾ അവൻ്റെ കുടുംബകാര്യം വിളമ്പി ആകെ കൊളാവും. നീ വന്ന ഇത്ര കാലം കല്യാണം കഴിക്കാതെ എങ്ങനെ പിടിച്ചു നിന്ന് തമ്പുരാൻ? അപ്പൊ പറഞ്ഞതുപോലെ അതെ, അത് വെച്ചോ. പിന്നെ വിവരങ്ങൾ ഇന്ന് തന്നെ അറിഞ്ഞ് എന്നെ വിളിക്കണം. വിളിക്കാം. ഞാൻ വൈകിട്ട് അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾ വിട്ടോ. ശരി, എന്നാ വിട്ടോ. പോകാൻ പെണ്ണിന്റെ വീട്ടിൽ കേട്ടോ. അതെ, അറ്റാക്ക് മാത്രമല്ല, ലിവറും പോയില്ല ഞാൻ പറഞ്ഞു. ഓക്കെ പറയാം. ഓക്കെ. എന്താ? അതെ, പെണ്ണിന് ഇഷ്ടപ്പെട്ട് പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്കും ചെറുക്കനെ നന്നേ ബോധിച്ച് ഏറ്റവും നല്ലൊരു നല്ല മുഹൂർത്തം നോക്കി കല്യാണം ഉറപ്പിക്കാമെന്നാണ് അവരുടെ തീരുമാനം. അപ്പൊ ഞാനും കുടിക്കട്ടെ. ശരി, നോക്കേ പറഞ്ഞതുപോലെ. കനക, വണ്ടി വിടറാ. ആർത്തി മൂത്ത ഭ്രാന്തായതാ.
എന്തെങ്കിലും ഒരു മാർഗം എന്താന്ന്. നീ പോസ്റ്റിന്റെ മുകളിൽ കയറുമ്പോഴും മാങ്ങ പറിക്കാൻ പോകുമ്പോഴൊക്കെ ഐഡിയ വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. എന്ത് മുടക്കണ കാര്യമാണ്? എടാ പിശാശ അമ്മാവന്റെ കല്യാണം കലക്കണ കാര്യം. അതിനി നടക്കുമെന്ന് തോന്നല്ലേ, ഇപ്പം തീരുമാനമായില്ലേ. ഇനി നമുക്ക് വേണേൽ കഴിഞ്ഞിട്ട് കലക്കാം. കഴിഞ്ഞിട്ട് എങ്ങനെ നീ കലക്കും? കല്യാണം കഴിഞ്ഞിട്ട് കലക്കാനൊക്കെ വിദ്യയുണ്ട്. ആ ക്ലീറ്റസിനെയും തങ്കത്തിനെയും കൂടി ഒരാഴ്ച അമ്മാവൻ്റെ വീട്ടിൽ നിർത്താൻ വിട്ടാൽ മതി. ആ പെണ്ണിനെ വെറുപ്പിച്ച് ഓടിച്ചോളും. അമ്മാവനെ ഏതാ മുതൽ നിനക്കറിയോ? അമ്മാവനെന്താ ഏരിയയിലേക്ക് അടുപ്പിക്കില്ല അവന്മാരെ. അല്ല, ഐഡിയ ഉണ്ട്, ഇത്തിരി കടുത്തതാണ്. എന്താണ്? നമുക്ക് ആ പെണ്ണിനോടേ അമ്മാവന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പറയാം, അമ്മാവനോട് പെണ്ണിനെ കുറിച്ചും പറയാം. അപ്പൊ രണ്ടും കൂടി തല്ലി പിരിഞ്ഞ് ഡൈവോഴ്സ് ആയിക്കോളും. ഈ ജാതി വൃത്തികെട്ട ഐഡിയ അല്ലാണ്ട് വേറെ ഒന്നും നിന്റെ കയ്യിലില്ലല്ലോ. ആ അമ്മാവന്റെ കല്യാണം കലക്കല് വലിയ മര്യാദയാണല്ലോ. 2 ദിവസമായിട്ട് ഉറക്കല്ലോ. അതിന് മറ്റേ ഉറക്കുളിക മേടിച്ച് കഴിച്ചാൽ മതി. എന്ത് ഐഡിയ ആണ് ഇതൊക്കെ. കളിക്കാൻ നിൽക്കരുത് കേട്ടാ പാസിലെ. മതി ചേട്ടാ, ആണപ്പിച്ചോ ഈ അവിടെ കേട്ട്. അതെ, പൈസ കയ്യിൽ ഉണ്ടാകാൻ കൊടുത്തോ, ഇല്ലെങ്കിൽ പറ്റില്ല എഴുതി കൊടുത്തു. പൈസ കൊടുക്കണ്ട, ഇയാൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടണേണ്. മുഖം കണ്ടാ തോന്നൂല എന്നുള്ളത്. ഇതിലെ എഞ്ചിൻ വെക്കണം ചേട്ടാ, എഞ്ചിൻ കുത്തലൊക്കെ നിർത്തണം. എന്നാ ശരിട്ടോ. അതേ, ഈ അമ്മാവൻ കെട്ടാൻ പോണ പെണ്ണൊരു ഗൾഫുകാരൻ കെട്ടിയിട്ട് അയാൾ ചത്തുപോയിന്നല്ലേ പറഞ്ഞത്? 7 ദിവസം കഴിഞ്ഞാൽ മരിച്ചു. നമുക്കൊരു അടിയടിക്കാം. എന്ത്? ഈ പെണ്ണിന്റെ നാള് കൊള്ളൂല, കെട്ടണ ഭർത്താവ് ഒരാഴ്ചക്കുള്ളിൽ ചത്തുവെന്നും പറഞ്ഞിട്ട് അമ്മാവനെ പേടിപ്പിച്ചാലാ? എടാ, ഇതൊക്കെ അമ്മാവനോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എന്നിട്ട് അപ്പം എന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? എടാ, 7 ദിവസമെങ്കിൽ 7 ദിവസം അതെനിക്ക് സുഖമായിട്ട് കഴിയാലോ, അത് കഴിഞ്ഞിട്ട് ചത്ത എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ പറയുന്ന ഒരാളോട് പിന്നെ എന്ത് പറയും? അപ്പം അയാളുടെ അസ്ഥിക്ക് പിടിച്ച മട്ടാണിത്. മുടക്കൽ ബുദ്ധിമുട്ടാവൂട്ടാ. അല്ല കനക, അയാൾ കല്യാണം കഴിച്ചോട്ടെ, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണത്? എനിക്ക് കാര്യം അറിയാം. മറ്റേ 15 സെന്റ് കാര്യം പോലും ഇല്ലെങ്കിൽ നിന്റെ പേരിലിരിക്കുമല്ല, വായനശാല മുക്കില്ല. 15 സെന്റ് എന്താ മോശമാണോ? അല്ല, അത് വിലയുള്ള സ്ഥലമാണ്. എടാ, ആ 15 സെന്റ് സ്ഥലം എൻ്റെ പേരിലായി കഴിഞ്ഞാൽ പിന്നെ അയാൾ കെട്ടാതിരിക്കും എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് പുല്ലാണ്. അത് ശരിയാണ്, സ്ഥലം വിട്ട് കളയണ്ട. നമുക്ക് എന്തെങ്കിലും മാർഗം നോക്കാം, നീ വാ. എന്തും മാർഗം, നിന്റെ തലയിൽ ഒന്നും ഉദിക്കുന്ന ലക്ഷണം. ഉദിക്കുന്നേ, കല്യാണം മുടക്കുന്ന ഒരാൾ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, നമുക്ക് കാണാം. എടാ, ഞാനൊന്ന് ഓഫീസിലേക്കില്ല, നീ വിട്ടോ. അതെന്ത് പറ്റിയത്? എന്നെ കൊണ്ട് പോയി. എന്നാ ഞാൻ നാളെ വരണേ. പിന്നെ കരിമ്പ് ആള് നല്ല തുരുമ്പാണല്ല. അവനുണ്ടല്ലോ, അവനെ പിടിച്ച് 2 എണ്ണം പൊട്ടിക്കാ വേണ്ടത്. ഇപ്പോൾ പൊട്ടിക്ക കല്യാണം കഴിയട്ടെ, ഇപ്പൊ വേണ്ട. എന്തായി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ? നടക്കില്ല സാറേ. എന്ത്? ഈ കല്യാണം നടക്കില്ലെന്ന്. അതെങ്ങനെ നടക്കായിക? പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ട്, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട്, ജാതകവും ചേർന്ന് പൊരുത്തമായി, പിന്നെ എന്തിനാ നടക്കായിക? ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല. പെണ്ണിന് ചെറുക്കൻ ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? അതെ, ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ താടി വെച്ച, കണ്ണട വെച്ച, പാഞ്ചിട്ട ചെറുക്കൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്. അതാരടാ അത്? സാറ്. അല്ലാതെ പിന്നെ ആരാ? ഞാനോ? അപ്പൊ പെണ്ണിന് ആള് മാറിപ്പോയതാണ്. അപ്പൊ ഈ കല്യാണം നടക്കൂല? മറ്റേ 15 സെന്റും ഒക്കെ സാറേ ഇല്ല, വേറെ നടക്കുമല്ല. വേറെ നോക്കണം. എടോ, നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? ഈ വയസ്സായ ആളെയും പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുള്ള പൈസയും പിടിങ്ങിയിട്ട് ഒരുമാതിരി പരിപാടിയായി പോയി കേട്ടോ. എന്റെ പൊന്നു സാറേ, സംഭവിച്ചു. എല്ലാത്തിനും ഒരു പരിഹാരമല്ലേ സാറേ? ഇങ്ങോട്ടൊക്കെ ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് സാറ് തെറ്റിദ്ധരിക്കുകയും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. എന്താണ്? സാറ് കിട്ടിയതാണോ? എന്ത് കെട്ടിയാണെന്ന്? പെണ്ണ് കിട്ടിയതാണോ? ഒന്ന് ഇല്ലെങ്കിൽ നമുക്കിതങ്ങ് നടത്താവുന്നേ. പെണ്ണ് കെട്ടിയതാണെങ്കിലോ? സാരമില്ല, നമുക്ക് അടിപൊളിയായിട്ട് ഇതൊക്കെ നടത്താവുന്നു. അനാവശ്യമോ? എന്തനാവശ്യം? ഒരു പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അത് നടത്തി കൊടുക്കുക എന്നുള്ളത് പറഞ്ഞ എന്റെ ജോലിയാണ്, എന്റെ കടമയാണ്. അല്ലാതെ ഞാൻ ഒരു ആ ചൂലെടുക്കണ്ടേ? എനിക്ക് വേണ്ട ഇനി ആ ചൂല്. ഞാൻ വേറെ ചൂലുണ്ടാക്കിക്കോളാം. എന്താ ചിരിക്കണേ? അയ്യോ, അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ വേറെ കെട്ടാന്ന് പറഞ്ഞത്. അടി, അപ്പൊ അമ്മാവന്റെ കല്യാണം നടക്കൂല. അത് സന്തോഷമുള്ള കാര്യം. ആ ചൂല് പേടിച്ചിട്ടോ. ചേട്ടാ, നീ വിഷമിക്കാതിരിക്കണേ.
ഇവിടെ ഒരു പെണ്ണ് പോയെങ്കിൽ 9 പെണ്ണ് കാണും. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നിന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിരിക്കും. നീ സമാധാനപ്പെടും. അമ്മാവാ ഇനിയിപ്പോ കരിമ്പ് കൊണ്ടുവന്ന ആലോചന മുടങ്ങി പറഞ്ഞാൽ അമ്മ വിഷമിക്കണ്ട. നല്ല ഇരുമ്പ് പോലത്തെ ബ്രോക്കർമാർ എന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ കൊണ്ട് അമ്മാവന്റെ സൗന്ദര്യത്തിനും പ്രായത്തിനും ഒത്ത എണ്ണത്തിന് ഞാൻ കൊണ്ടു കൊടുക്കും. അല്ല, ഞാന് നാത്തൂന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അമ്മേ, നാളെ രാവിലെ ആ കവലയിലെ കമ്പ്യൂട്ടർ കടയിലെ അവിടെ ഞങ്ങൾ ഒന്ന് പോകും. എന്നിട്ട് നെറ്റിൽ നിന്ന് ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. പിന്നല്ല, കമ്പ്യൂട്ടറിലില്ലാത്ത പെണ്ണുങ്ങൾ എവിടെ ഇരിക്കുന്നത്? അമ്മാവാ, അതെ, അമ്മാവിന് കുട്ടികളും മക്കളും ഒന്നുമില്ല, അത് ഞങ്ങൾക്കറിയാം. അമ്മാവന്റെ മക്കൾ എന്ന് പറയുന്നത് ഞങ്ങളാണ്. അമ്മാവന്റെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മാവൻ വിഷമിക്കണ്ട, നമ്മൾ കല്യാണം നടത്തിയിരിക്കും. വേണ്ട, അമ്മാവന് വിഷമൊന്നുമില്ല. പക്ഷെ അമ്മാവന്റെ ഒരു കല്യാണം കാണാൻ ഇത്രയും കൊതിച്ച് ആഗ്രഹിച്ചത് നിങ്ങളുടെ മുമ്പിൽ അത് നടന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രായവും സമയമൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തില് കല്യാണം കുട്ടികളെന്ന് പറഞ്ഞൊന്നും അതിനൊന്നും എനിക്ക് യോഗമില്ലടാ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് ഇനി കല്യാണം വേണ്ട. അതിന്റെ പേരിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇനി നോക്കൂല. അയ്യോ, ദേ ആ കരിമ്പ് മെസ്സേജ് വിട്ടേക്കണു. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ദേ ഒരു പെണ്ണ്. അയ്യോ, നല്ല സുന്ദരിയാണല്ലോ. അഴകേശന് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കല്യാണം നടക്കും. അതെ അതെ അതെ, ഞാൻ ഒന്നും വേണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ. നോക്കട്ടെ. കനക, നോക്കിയാലോ? Alien versus Alien.